ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ iQOO-നകത്തൊരു അപ്ഡേറ്റ് വന്നായിരുന്നു. അപ്പോൾ അതിനകത്ത് കിട്ടിയിട്ടുള്ള കിടിലൻ 4 ഫീച്ചറാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നതല്ല, എനിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് നിങ്ങളെയും കൂടെ ഒന്ന് ജസ്റ്റ് കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ കിടിലൻ 4 ഫീച്ചേഴ്സ് കാണിച്ചു തരാം. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഫോണ്. iQOO-ൻ്റെ ഏറ്റവും പുതിയതായിട്ടുള്ള iQOO 12 സാധനം. ഈ ഫോണിന് ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇതിന് താഴോട്ടുള്ള ഫോണിൻ്റെ ഒക്കെ അവസ്ഥ എന്തുമായിരിക്കും എന്തോന്ന് ദൈവത്തിനറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഫോണ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ്, അതായത് ഞാൻ വെറുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോവാം. ഇങ്ങനെ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ എക്സിറ്റ് അടിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ തന്നെത്താനെ നമുക്ക് ഹോം സ്ക്രീനിൽ എത്ര ആപ്പ് ഉണ്ടെന്നൊക്കെ എണ്ണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് ഏകദേശം ഒരു 18-20 വട്ടത്തോളം ഈ ഒരു 3-4 ദിവസങ്ങളിലായിട്ട് വന്ന്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ വീഡിയോ 2 വട്ടമായിട്ട് റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത്. 10-18 വട്ടം ഇങ്ങനെ വന്ന്. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആപ്ലിക്കേഷൻ എല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഓപ്പണായി വരുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കാണത്തില്ല, പെട്ടെന്ന് നോക്കിയാൽ കാണത്തില്ല. നമ്മൾ സ്ലോ മോഷൻ ഇട്ട് സൂക്ഷിച്ച് നോക്കണം. അപ്പം ബാക്ക്ഗ്രൗണ്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോകണ്ട. iQOO-ൻ്റെ 12-നകത്തായിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിന് താഴോട്ടുള്ള ഫോണുകൾക്കകത്ത് എന്തൊക്കെ അപ്ഡേറ്റ് വരുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഫോണ് അത്യാവശ്യം ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറ്റുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ഇതേപോലുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അഥവാ 3-4 ഫീച്ചർ ഇങ്ങനെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഭാവിയിൽ എനിക്കും മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ് വരുമെന്ന്. iQOO-ൻ്റെ 12 ആയിട്ട് ഇങ്ങനെ. അപ്പോൾ ഇതിന് താഴോട്ടുള്ള ഫോണുകൾ, iQOO-ൻ്റെ ഫോണുകൾ എന്തുമായിരിക്കും എന്തോ അവസ്ഥ കണ്ടു തന്നെ അറിയണം. ഇതാണ് അപ്പോൾ ചെയ്ത അപ്ഡേറ്റ്. ഫോക്കസ് ആവുന്നില്ല. ഫോണ് ഹീറ്റ് ആവുന്നുണ്ട്. അതേപോലെ ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലെ ആപ്ലിക്കേഷനൊക്കെ ഒരു 1-2 സെക്കൻഡ് തൊട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗെയിം കളിക്കുന്ന കൂട്ടത്തിൽ പുറകിലിരിക്കുന്ന ആപ്ലിക്കേഷൻ എണ്ണാൻ വേണ്ടിയിട്ടായിരിക്കും. ഞാൻ എന്നിട്ട് ഒരു 18 വട്ടം വന്നപ്പം, എന്നിട്ട് അതേപോലെ ഒരു 4 ദിവസങ്ങളോളമായി ഞാൻ വിചാരിച്ച് ഇപ്പം മാറും പിന്നെ മാറും, പക്ഷേ മാറുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ. ബാക്കി ക്യാമറയോ കാര്യങ്ങളോ ഒന്നും അപ്ഡേറ്റിന് ശേഷം വലിയ കുഴപ്പമല്ല. ഈ ഗെയിം കളിച്ച് ആ ഒരു ടൈമിൽ മാത്രമേ ഇങ്ങനെ ഈ ഒരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫോണിന് നിങ്ങൾ യൂസ് ചെയ്യുന്ന iQOO ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്. അപ്പോൾ നമുക്ക് ഭാവിയിൽ എൻ്റെ ഫോണിനും ഇതേപോലെ എന്തൊക്കെ കംപ്ലൈൻറ്റ് വരുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ വീഡിയോ കാണുന്നവർ, കമൻറ്റ് നോക്കുന്നവർക്കൊക്കെ ഒരിതായിരിക്കും. അവിടെ എന്തോ ഒരു മാനാണോ പട്ടിയാണോ, നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. ആൾക്കാരാ വരുന്നത്, സോറി. ആൾക്കാരാണ് വരുന്നത്, സോറി. നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ശരിയെന്നാ, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അതുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന്
കാണിച്ചു തരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.